ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്റെ സുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജപദാൽ പ്രതിരഹിത കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാകൃതനാൻ വിമലത ശുചിയിൽ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശീഹ ബീജഭൃതിയാനിവർത്ത ഹൃദയെ മേദിച്ചു നിഹനിച്ചോനെ അപരിഭാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനിഴും റുകുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയനായിസോ കുറിയനായിസോ കുറിയനായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേയോ കൈക്കൊള്ളുവോർക്കെഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപടിയുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാർക്കുമോ. ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഉലൂമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ വാർത്താമാളികയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തിലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ഷീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും കൂടെ അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹബീബായി പാർക്കുമോ. ധന്യൻ ചൊൽകേട്ടേ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതി വന്ന ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു.
സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, യോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ആഹായ് ബാറക്മോ. സ്തുതി ബലികളണ ചേരിടുവി കർത്തൃപ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ഭാവോർവിൽ വാറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. സ്ലോമോ ലകുൽകൂൻ ഏവൻഗേലിയോൻ ഗാദിശോദമോറാൻ യേശുമശീഹോ കോറുസൂസമയോനീസോമൻ യുവാനോൻ സ്ലീഹോ മകരസോനു മകരസായേ പുർക്കോനലവൽമോ സബിനോഗോഗീൽ നന്ദമ്രോനോസേത് മോറാൻ വാലോകാൻ പൂർവകോ നീലാൻ യേശുമശീഹോ മെൽസോദായാലോകോദസ്വാസാമൻ സുൽത്തോ കാദീസ്തോ മറിയാം ഹോലന്റെ നോക്കാനുഗമായി ആ ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിൻ്റെ വാതിലുകൾ യഹൂദന്മാരോടുള്ള ഭയം നിമിത്തം അടയ്ക്കപ്പെട്ടിരിക്കെ യേശു തമ്പുരാൻ അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും വിലാപ്പുറവും അവന് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യേശു തമ്പുരാൻ അവരോട് നിങ്ങൾക്ക് സമാധാനം, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം അവരുടെ മേൽ ഊതി അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ വന്നപ്പോൾ 12 ഒരുവനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമ അവിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരോട് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും ആ പാടുകളിൽ എൻ്റെ വിരൽ കൊണ്ട് സ്പർശിക്കുകയും അവൻ്റെ വിലാപുറത്ത് എൻ്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്നു നടുവിൽ നിന്ന് കൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നോക്കുക,
നീ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാവനോട് എൻ്റെ കർത്താവും ദൈവമായുള്ളോവേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, നീ ഇപ്പോൾ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. എന്നെ കാണാതെ വിശ്വസിച്ചവർ ധന്യരാകുന്നുവെന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേകം അടയാള കർമ്മങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ പ്രവർത്തിച്ചു. ഇവ എഴുതിയിട്ടുള്ളത് യേശു ദൈവത്തിൻ്റെ പുത്രനായ മെശിഹായാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടുന്നതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മാർത്തോമാ പണ്ഡിത വൈദ്യാരോഗർത്തർക്കായി സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി പരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. സ്തോമൻ ഗാലോ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകിയല്ലോ. ബാർക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ച് വായിച്ച് നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ സകലജനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, എൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെ നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താതി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ചേരണമേ.
ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിനാശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ഈറയന്മാർക്കും മാലാകമാർക്കും അദൃശ്യനായിരിക്കുന്ന പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ഏകപുത്രൻ്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. കർത്താവിന്റെ ശുശ്രൂഷകൾക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Penalogana kabel gusoyo dugaube vasukono da toge batrai unnol melavolam volmi eno abdomilo atoyo la logo neviman kadi Abo Kadisho Kadis Bro Kadisho Kadis Buayo Kadisho Dam Kadis Toyo Abdeka Duhoyes Nasraga Manavishosa Nanavishoso Dabogain Dagain Madrabonain Manualponain Vaduani Dai Vadukulaku Nani Damakain Yeldalaito Kadis Batrai Unnol Mela Olam Volmi ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും
സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രാർത്ഥന സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമെന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനുടെ പുത്രനും കൂടെ വഹിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശുദ്ധിയുള്ള റൂഹായിലും കാതോലികവും സൈഹികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണെന്ന് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഒരുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമീതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്യുക കനിവാ നാഥ ആഴിയാരോട് കൃപ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനവനടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെന്ന് ഓദിയനാഥ വാണിടണമെങ്ങളിലെന്നും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഭൂതലമെങ്കും നൽ ശാന്തി മാനവരിടയിൽ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകൾ കുനിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ.
സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ വൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള അപേക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ വൽമീ. പറയ്ക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കൃപാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഇടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ കാദീശ് പാടി ഉച്ചാസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസക്കിൻ കോയൻപമറി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ആറേ വക്സോ തൻ്റെ പരിശുദ്ധ സ്ലേഖന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേതൽ പോലം അപ്രകാരം തന്നെ കാസായും എടുത്ത്
സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാരക്കുമോ തൻ്റെ പരിശുദ്ധാസ്ലീകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിൻ്റെ നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽകായേതൽ പോലം വൽമീ. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ളവരിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരുടെ കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുരിയലായിസോ, കുരിയലായിസോ, കുരിയലായിസോ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമീൻ. ബാറക്കുമോർ, ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ ദിശന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയും
അബൂന്മാർ ഗിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ എല്ലാ മേൽപ്പെട്ടക്കാർക്കു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വായകൾ നീ അടച്ച് മൗനമാക്കണവേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ പാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കണ്ണുപരീക്ഷപ്പെട്ട് നിലാശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ ഒരേ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങൾ അലസമായി മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ പാർക്കുമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി തിരക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ ബാറക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവെങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാംദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേഫാനോസിനെയും സ്ലീഹന്മാരുടെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ എന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ ബാറക്കുമോർ ശ്ലൈഹികവും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പുകൂട്ടി നിത്യ പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യാലും കുസന്തീനോ പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 അപ്പോസ്തലന്മാരെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിലുള്ള നാഥപ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസ്യോസും അതാനാസ്യോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും
ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും മിയാവാനീസും വചനവായതയും ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ ശിമശിയാട് മനുഷ്യാധാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും വിനതോപരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സ്വോഴവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് അറിഞ്ഞ മേശോത്സലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവുന്നതിലായിപ്പോഴും ശ്രമിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരി തലോനായ മാർ ബസോമായി മാർ ശമോന്തുസുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ ബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ മുമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഇടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമേ ഭാരിക്കുമോ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നട്ടഹസിച്ച് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂടിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് മനമൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ പോലും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനിയും വാഴ്ത്തപ്പെടുന്നതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഈ കുർബാന വഴിയായും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമേ. പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറകളായി തലമുറകൾ വരെയും ലോകങ്ങളോളം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഖവോ
വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വീടിൽ ലെന്നാലും വീണാവാദിനിയാമ്പാല തൽഭാഷയതിൽ ലേവം ഘോഷിച്ച കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, ഞങ്ങളുടെ വാകളെയും മധുരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിന്നോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവെ, ഞങ്ങൾക്ക് ഉപദ്രവം നട്ടുമരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടും സാരാംശത്തു സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഉള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമായ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധവുമായിരിക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ചു വന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധവുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച ദാതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ സിദ്ധന്മാരിൽ നീവരോപ്പം ദൈവ
ദൈവസുതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാകെ മേലയുവാതാറായി നിന്നാസുയോട് രാജമകൾ കാലേ ലുയ്യായൗകാലേ ലുയ്യ നിൻവലമായി രാജഭാമിനിയോ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോർക്കാക പിതൃഗ്രഹവും പാർക്കുമോ സ്വഹോലാപോലപുറോവൽ റുഹോ കാദീശോ മെൻമൂലം വാദാമുൽ മൂലം വൽമീനാമി ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നുദിച്ചോരേകസുരൻ തൃക്കരുണ്യങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയടക്കേണം സൗമൻ കാലോസ് കുറിയേലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാം തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ സ്വഹോലാപോലപുറോവൽ റുഹോ കാദീശോ ദൈവപ്രസവേത്രേ കന്യകമറിയാമിൻ ഉയരുന്നോയാരിൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലയിനുവാതാറേ മൊറാനീശോ കുരിശും മാതൃജനത്തെ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും വാഴ്ചീടേണം നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ വൃദ്ധയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാലിക്കുമോ ശുഭോലാപോലപുറോ വലറുഹോ കാദീശോ ഒരുപോലിങ്ങും ഉണ്ടേലും നിന്നോർമ്മ ഉദകണമേ പ്രാർത്ഥനമേൽ ഓർമ്മയെ ബഹുമാനീശോർക്ക സ്തോമൻ കാലോ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അവൻ്റെ അസ്ഥികളിൽ നിന്ന് രോഗം ബാധിച്ചവർക്ക് സഹായങ്ങൾ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിനെ സ്തുതി. തനിക്ക് പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞവുമോ സോദുഹായാൽമേ സൗന്ദര്യങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മാർത്തോമാശ്ലീഹാം ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടുകൂടി ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും ദൈവത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മാർത്തോമാശ്ലീഹാം ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടുകൂടി ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മാർത്തോമാശ്ലീഹാ, നീ ഭാഗ്യവാനാകുന്നു. എർമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മാർത്തോമാശ്ലീഹാ, നീ സൗഭാഗ്യശാലിയാകുന്നു.
തൻ്റെ നാഥൻ്റെ ശ്രീവണ്ണാരത്തിന്മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർ തോമാസ് ലീഗ, നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ നിന്റെ പ്രാർത്ഥന മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോകണമേ, കലഹങ്ങൾ ശാന്തമാകണമേ, തർക്കങ്ങൾ ശമിക്കണമേ, കോപാശിക്ഷകൾ നീങ്ങിപ്പോകണമേ, രോഗികൾ സുഖം പ്രാപിക്കണമേ, ബലഹീനർ ശക്തി പ്രാപിക്കണമേ, ദുർബലന്മാർക്ക് ബലം നൽകണമേ, ദുഃഖത്തിലും വിലാപത്തിലും ചെയ്യുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ, പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടണമേ, പരീക്ഷകൾ നീങ്ങിപ്പോകണമേ. നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും മോചനം ലഭിക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ഊർസ്ലേമി ഭവനങ്ങളിൽ നീ ആശ്വസിപ്പിക്കണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിനെ ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും നാം കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയേൻ സമയമിതല്ലോ മാർത്തോമാ തലയായി ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാത്തേണം പാറയ്ക്കുമോ നിന്റെ ചെറുതാനും മോർത്തോമാസ്ലീഹ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹിമേലയുവാതാറേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, ഷമ്മാശന്മാരെ, ഈ ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളെ, സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ആ പരിശുദ്ധ അപ്പോസ്തോലൻ്റെ കരസ്പർശങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ ഒരിക്കൽ കൂടെ ഭക്തി നിർഭരമായി നാം ആചരിക്കുകയാണ്. കർത്താവിന് 12 അപ്പോസ്തോലന്മാരാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ആ അപ്പോസ്തോലന്മാരിൽ നിന്ന് സമാനതകളില്ലാതെ വേറിട്ട് നിൽക്കുന്ന ഒരു അപ്പോസ്തോലനാണ് പരിശുദ്ധ മാർത്തോമാസ്ലീഹ. 12 പേരുണ്ട്. ആ 12 പേരിൽ എല്ലാവരെയും കൃത്യമായി കർത്താവിനെ അറിയാമായിരുന്നു. എല്ലാവരുടെയും കഴിവുകളും കഴിവുകേടുകളും യേശുവിനെ ബോധ്യമായിരുന്നു. കർത്താവിൻ്റെ ജീവിതം ഒഴുക്കിനെതിരെയുള്ളൊരു ജീവിതമായതുകൊണ്ട് ഒരു റിസ്ക് ലൈഫാണ് കർത്താവ് നയിച്ചിരുന്നത് എന്നും നാം ചേർത്ത് വായിക്കണം. കർത്താവിനെ ജനം പുകഴ്ത്തുമ്പോഴും ഒരു വൈകാരികമായ പുകഴ്ത്തൽ ഒഴിച്ചാൽ കർത്താവ് നിലവിലുള്ള ഭരണസമിതി നേതാക്കന്മാരുടെ നോട്ടപ്പുള്ളിയാണ്. അവരുമായി ഒരിക്കലും യോജിക്കാൻ കർത്താവിന് സാധ്യമായിരുന്നില്ല. കർത്താവിൻ്റെ ജനനം മുതൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ബേത്ലഹേമിലെ
ഉണ്ണിയേശു പിറന്നു എന്ന് കേട്ടപ്പോൾ അന്നത്തെ രാജാവിനെ അത് ഒരു ത്രെട്ടായിരുന്നു. ആ ത്രെട്ട് അദ്ദേഹം അതിനെ പ്രതിപകരം ചെയ്തത് കുഞ്ഞു കുട്ടികളെ വെട്ടിനുറുക്കി കർത്താവിൻ്റെ നിന്നുണ്ടാകാമാകുന്ന ത്രെട്ടുകൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം എപ്പോഴും ഒഴുക്കിനെതിരെയാണ്. അതൊരു വേറിട്ട ജീവിതമാണ്. അനീതികളോട് കോംപ്രമൈസ് ഇല്ലാത്തൊരു ജീവിതമാണ്. അതാണ് 12 അപ്പോസ്തലന്മാരിലും നമ്മൾ കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വം. എൻ്റെ കാഴ്ചപ്പാടിൽ അത് പരിശുദ്ധ തോമസ് അപ്പോസ്തലന് മാത്രമേ ഉള്ളൂ ആ വേറിട്ട വ്യക്തിത്വം. ഈ ശിഷ്യന്മാരെ നന്നേ യുവാക്കന്മാരും ഒന്നും ആയിരുന്നില്ല. അവർ പ്രായമുള്ളവരും വീടും കുടുംബവും ഒക്കെ ഉള്ളവരും ഉണ്ടായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരും ദരിദ്രന്മാരിൽ ദരിദ്രന്മാരുമായിരുന്നു. അവർക്ക് വലിയ ബുദ്ധിപരമായ ആലോചനാ ശക്തിയൊന്നുമില്ല. ആകെ അവർക്ക് ഉണ്ടായിരുന്നത് യേശുവിനോടുള്ള അഗാധമായ ഭക്തിയും സ്നേഹവും. പക്ഷേ ആ ഭക്തിയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഇവരിൽ നിന്ന് വിവേകമില്ലാത്ത വാക്കുകളും വാക്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കർത്താവ് തക്ക സമയത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 12 അപ്പോസ്തലന്മാരിൽ ധീരനും ആത്മാർത്ഥതയുള്ളവനും വേറിട്ട് നിൽക്കുന്നവനുമാണ് തോമസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിൻ്റെ ഇൻ്ററാക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ, അദ്ദേഹം ധീരനായിരുന്നു, ആത്മാർത്ഥതയുള്ളവനായിരുന്നു. ആത്മാർത്ഥതയ്ക്കും ധീരതയ്ക്കും പേര് കേട്ട ആളാണ് തോമസ് അപ്പോസ്തലൻ. യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ്, വെറുതെ പറഞ്ഞതല്ല. പക്ഷെ എന്നാലും അവർക്ക് മാനുഷികമായ ചില പോരായ്മകളുണ്ട്. അതെല്ലാം തമ്പുരാൻ തക്ക സമയത്ത് കറക്റ്റ് ചെയ്ത് അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണ്. പത്രോസ് അപ്പോസ്തലനെ കറക്റ്റ് ചെയ്യാൻ പിശാചെ എന്ന് വരെ വിളിക്കേണ്ടി വന്നു. കാരണം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു. യേശുവിനെ അതിന് മറുപടി ശാന്തമായി പറയാൻ സാധിച്ചില്ല. ഓ സൈറ്റൻ ഗോ എവേ, പോയി ഇവിടുന്ന് ചെകുത്താനെ. അതൊരു കറക്ഷനായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ്റെ വാക്കുകളെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് കർത്താവ് നടത്തിയത്. എന്നാൽ ഇത്രയും ധീരതയോടെ, വിവേകത്തോടെ, ആത്മാർത്ഥതയോടെ സംസാരിച്ച ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടോ? എനിക്ക് തോന്നിയില്ല. കർത്താവിനോട് വഴി ചോദിച്ചറിയുന്നു, കർത്താവിനോടൊപ്പം മരിക്കാൻ തയ്യാറാണ് എന്നൊരു സമയത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ ദൈവമാണ്, കർത്താവാണെന്ന് വിളിച്ചു പറയുന്നു. എന്ത് അതിലെ ഒരു അല്പം പോലും വളവും തിരിവുമില്ല. ധീരമായി മറുപടി പറയുന്നു, ആത്മാർത്ഥതയോടെ വാക്കുകൾ ഉപയോഗിക്കുന്നു, വിവേകത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ 12 അപ്പോസ്തലന്മാരിൽ വേറിട്ട് നിൽക്കുന്ന ധീരതയുള്ള ഒരു അപ്പോസ്തലനാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ എന്നും പറയാൻ മറന്നു പോകരുത്. കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവസാനം സൂയിസൈഡ് ചെയ്തു.
ചില സൂചനകളെല്ലാം കൊടുത്തുവെങ്കിലും അതൊന്നും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിനെ വഞ്ചിക്കാൻ കെൽപ്പുണ്ടായിരുന്ന, അത്രയും മനസ്സിൻ്റെ അകത്ത് ധൈര്യമുണ്ടായിരുന്ന, തിന്മയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ വഞ്ചനയ്ക്ക് വേണ്ടി വഞ്ചന ചെയ്യാൻ തക്കവണ്ണം ഉള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവസാനം കയറെ തൂങ്ങി അവസാനിക്കുകയും ചെയ്തു. മറ്റുള്ളവരെല്ലാം തമ്പുരാൻ അതാത് സമയത്ത് തിരുത്തുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഓരോരുത്തരുടെ വാക്കുകൾ, വായ്മൊഴികൾ പരിശോധിച്ചാൽ അറിയാം എന്ത് ധീരമായിട്ടാണ് തോമസ് അപ്പോസ്തലൻ്റെ വായ്മൊഴി ഉണ്ടാകുന്നത്. കർത്താവ് അതിനെല്ലാം മറുപടി പറയുന്നതും വളരെ വളരെ അർത്ഥപൂർണമാണ്. അതുകൊണ്ട് സമാനതകളില്ലാത്ത, വേറിട്ട് നിൽക്കുന്ന, ആത്മാർത്ഥതയുള്ള, ധീരതയുള്ള ഒരു അപ്പോസ്തലനാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ. നമ്മൾ പറയും അദ്ദേഹം ഞാനൊന്ന് തൊട്ടു നോക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊരു മാനുഷികമാണ്. എനിക്ക് മാത്രം ഒന്നും കാണാനൊത്തില്ല, എല്ലാവരും കണ്ടു എന്ന് പറയുന്നു. നീ കണ്ടെങ്കിൽ എനിക്ക് തൊടണമെന്നേ പറഞ്ഞുള്ളൂ. അത് മാനുഷികമായിട്ട് അത്ര വലിയ പോരായ്മയൊന്നുമല്ല. എനിക്കും കാണണം, അത് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, കർത്താവും തോമസ് അപ്പോസ്തലനും മാത്രമാണ് കുന്തം കൊണ്ട് കുത്തേറ്റത്. അവിടെയും ആ സമാനത കാണുന്നുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ വെറുതെ കുരിശിൽ തറയ്ക്കപ്പെട്ട് അവസാനിക്കുകയല്ല ചെയ്തത്, കുന്തം കൊണ്ട് കുത്തേറ്റു. അങ്ങനെയാണ് മാർത്തോമാ ശ്ലീഹയുടെ മരണകാരണം നാം ചരിത്രങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നത്. കർത്താവിനും കുന്തമേറ്റു, കർത്താവിൻ്റെ വിലാപുറത്ത് കുത്തി. മരിച്ചോ എന്ന് നോക്കാനായിരിക്കാം. അപ്പോൾ കർത്താവിൻ്റെ വിലാപുറത്ത് കുന്തമേറ്റുവെങ്കിൽ മാർത്തോമാ ശ്ലീഹായും കുന്തമേറ്റ് കൊല്ലപ്പെടുന്നു. അതൊരു ഭാഗ്യമല്ലേ? കർത്താവിന് കുന്തമേറ്റതുപോലെ കുന്തമേറ്റ് കൊല്ലപ്പെടുവാൻ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞില്ലേ, എനിക്ക് എന്നെ കുരിശിൽ തറയ്ക്കുന്ന തലതിരിച്ചു വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് അപ്പോസ്തലന്മാർ കരുതിയത്, അല്ലാതെ പേടിച്ചോടുകയല്ല. അപ്പോൾ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ കുന്തമേറ്റതുപോലെ കർത്താവ് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കുന്തം കൊണ്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പം രണ്ടുപേരും കുന്തമേറ്റ് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു യേശുവിനോടുള്ള ഒരു അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കും. വേറൊന്ന് ഞാൻ പറയാം. ഈ മാതാവിൻ്റെ ശവസംസ്കാരത്തിലെ ശവമഞ്ചം വായുവിൽ നിർത്തി മാർത്തോമാ ശ്ലീഹായ്ക്ക് മാത്രമാണ് ഒന്ന് കാണാനുള്ള ഒരു ക്രമീകരണം ഉണ്ടായത്. വേറെ ആർക്കും ഉണ്ടായില്ല. എല്ലാവരും ഓടിയെത്തി. അപ്പോഴേക്കും ദൂതന്മാരെ, മാലാഖന്മാരെ മാതാവിൻ്റെ മൃതദേഹം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുമ്പോഴാണ് മാർത്തോമാ ശ്ലീഹ അവിടെ എത്തുന്നത് എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. വേദപുസ്തകത്തിലല്ല, നമ്മുടെ വിശ്വാസം അതാണ്. അപ്പോൾ മാർത്തോമാ അവിടെ സങ്കടപ്പെട്ട് അമ്മയെ എനിക്കും കാണണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഉടനെ ആ മൃതദേഹം അപ്പോസ്തലന് മാത്രം കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ക്രമീകരണം അവിടെ ഉണ്ടാകുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർത്തോമാ ശ്ലീഹ ഒരു വേറിട്ട വ്യക്തിയാണ്. മാർത്തോമാ ശ്ലീഹ സമാനതകളില്ലാത്ത ധൈര്യമുള്ള, വിവേകമുള്ള, അർത്ഥപൂർണമായ വാക്കുകൾ സംസാരിച്ച ഒരു പരിശുദ്ധനും അപ്പോസ്തലനുമാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ. ആ പരിശുദ്ധൻ്റെ കരസ്പർശം കൊണ്ടാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം മലങ്കര സഭയ്ക്കുണ്ടോ? ഒരിക്കലുമില്ല. പല ദേവാലയങ്ങളും അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംശയം പറയാറുണ്ട്. 7 ദേവാലയം സ്ഥാപിച്ചു അല്ലെങ്കിൽ 7.5 സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോഴും കലർപ്പില്ലാതെ ഏക ദേവാലയം ഒന്നേ ഉള്ളൂ. അത് നിരണം സെൻറ്റ് മേരീസ് ദേവാലയമാണ്. ഇത് ഞാൻ പറയാൻ കാരണം പാലയൂർ എൻ്റെ അടുത്തുള്ള പള്ളിയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ പാലയൂർ പള്ളി ഞാൻ മനസ്സിലാക്കുന്നത് സെൻറ്റ് കുറിയാക്കോസ് എന്ന് പറയുന്ന സഹദായുടെ പേരിലാണ്. സെൻറ്റ് കുറിയാക്കോസ് സഹദ 3-ാം നൂറ്റാണ്ടിലേ വരുന്നുള്ളൂ. ഈ 1-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് കുറിയാക്കോസ് സഹദ എന്നൊരു ദേവാലയം അവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല. ചരിത്രകാരന്മാരതിന് പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. അവിടെ ഒരു സംശയത്തിൻ്റെ മുനയുണ്ടാകുകയാണ്. ഇത് മാതാവിൻ്റെ നാമത്തിലെ ഈ ദേവാലയം 1-ാം നൂറ്റാണ്ടിൽ മാതാവിൻ്റെ നാമത്തിലല്ലാതെ ദേവാലയം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് പരിശുദ്ധന്മാരെക്കുറിച്ചൊന്നും ആർക്കും അത്ര ദേവാലയങ്ങൾ സ്ഥാപിക്കാൻ തക്കവണ്ണമൊന്നും ആയിട്ടില്ല. അന്ന് മാതാവിൻ്റെ നാമത്തിലാണ് പരിശുദ്ധ അപ്പോസ്തലന്മാർ മിക്കവാറും ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന പാരമ്പര്യത്തിനാണ് മുൻതൂക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒഴുക്കിനെതിരെ നീന്തുവാനും ആത്മാർത്ഥതയോടെ, ധൈര്യത്തോടെ, വിവേകത്തോടെ കർത്താവിന് സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു അപ്പോസ്തലനാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ സഭയാണ് മലങ്കര സഭ. കേരളത്തിലും ബോംബെയിലും ഗുജറാത്തിലും ഒക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പാരമ്പര്യങ്ങളും ചരിത്രകാരന്മാർ ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധൻ്റെ പെരുന്നാൾ നമ്മൾ ആചരിക്കുകയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണമോ പോരാ എന്നാണ് എൻ്റെ വിചാരം. കാരണം മാർത്തോമാ ശ്ലീഹ ഇല്ലെങ്കിൽ നമ്മളില്ല, മലങ്കര സഭയില്ല. അത് ഒരു കലർപ്പില്ലാത്ത ക്രൈസ്തവ വിശ്വാസം നമുക്ക് നൽകിയ പിതാവാണ്. ആ പരിശുദ്ധൻ്റെ ഓർമ്മ നമുക്ക് എന്നും വലിയ കോട്ടയും വലിയ ഒരു സുരക്ഷിതത്വവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിയമത്തെയും ജ്ഞാനോപദേശിച്ചതുമേ സാക്ഷിയെയും പാറയ്ക്കുമോ ശോഭന പോലെ പുറോവൽ റൂഹോ കാദീശോ ശുചിയോട് ശുദ്ധ്യാപസ്കുദിശാശിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാനദ്വാരങ്ങൾ മാനവരുത്വ വസിക്കണം സൗമൻകാലസ്ത്രീയായിസോ നിർമ്മലമതകായിൽ സ്നേഹാശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചെല്ലുമ്പം ഈറന്മാർ ദേവാകാരെ പാറയ്ക്കുമോ ഭംഗ്യാ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ച വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയേകണമേ
മുറിയോറാഹി മേലൈനു ആധാരേ ആചാരീശ മഷിയാഗോദാശകളർപ്പിച്ചു ആചാര്യന്മാർക്കേ പുണ്യം നാദാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കൊന്നിൽ വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവസ്വരമതുണർത്തണമേ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭാഷിച്ചും നിൻ പാനം ചെയ്തും മൃതനായോരേ നാശം നീക്കി ജീവിപ്പേ. അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹി മേലൈനു ആധാരേ മരമതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. ബറക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്നേഹിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നാലും ഞങ്ങളുടെ വേർപ്പനും ഞങ്ങളുടെ വർക്കത്തിന് പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദേവപുത്ര, പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്ത് നീട്ടി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന
നിന്റെ ആരാധകര സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും പാനം ചെയ്തു തന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്ക് പ്രതികാരത്തോന്നവായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ ശരണം നീയേ. മൃതതൻ ഉയർവും നീതന്നേ. ഹല്ലേലൂയ. ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വാകളെ എൻ്റെ ഏകപുത്രൻ്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യാദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയാവ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവൻ്റെ കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഹോശോ വകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോലിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനചരഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ വിട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുല സുബാൻ ലവൽമേ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപത് യകിനർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. സന്ദേഹത്താൽ സാക്ഷാൽ കർത്താവാം ദൈവത്തെ തെളിവായി അറിവിൻ ജ്ഞാനം നേടിയ തോമാശ്ലീഹ, സുവിശേഷത്താൽ ഞങ്ങളുടെ താതൻ തോമാശ്ലീഹ, ഈ സഭയിലെ നിൻ സുതരുടെ പേർക്കായി പ്രാർത്ഥിക്കണമേ. ഗുണനിധി നിസ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയും അമരട്ടെ. സേലോൻ ബസ്ലോം ആഹായ് ഹാബിബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി
ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടെ പോകുവേൻ. സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജനപ്രിയമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഏത്രയത്തും നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും ആപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കന്നായി കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവേൻ. കർത്താവിന്റെ കുർബാന അനുഗ്രഹിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.